ഓം ശാന്തി. ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ. ശിവപിതാവിനെ തിരിച്ചറിഞ്ഞ ജ്ഞാനിയായ പുത്രനാണ് വിനായകൻ. ആത്മജ്ഞാനത്തിലൂടെ ഇന്ദ്രിയങ്ങളാകുന്ന ഗണത്തിൻ്റെ മേൽ ആധിപത്യം നേടിയവനാണ് ഗണപതി. നേരത്തെ ഉണ്ടായിരുന്ന കുട്ടിബുദ്ധിയുടെ തല വെട്ടിമാറ്റി അച്ഛൻ വന്ന് വിശാല ബുദ്ധിയാകുന്ന ആനത്തല വയ്ക്കുമ്പോഴേ സാക്ഷാൽ ഗണപതിയാകൂ. ആത്മജ്ഞാനം വരുമ്പോൾ ഞാൻ പരമാത്മ ശിവന്റെ പുത്രനാണെന്ന വിവേകം ഉദിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഉറച്ചാൽ തന്നെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾ തീരും. പിന്നെ വേണ്ടത് ഒരു കോടാലി കയ്യിൽ കരുതുക എന്നതാണ്. ജീവന്റെ ബന്ധനങ്ങളെ മുറിക്കാനുള്ള വിവേകത്തിന്റെ അഥവാ ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ഗണപതി കയ്യിലെ മഴു. മഴു വെട്ടാനുള്ളതാണെങ്കിൽ അടുത്ത കയ്യിൽ കാണിച്ചിരിക്കുന്നത് കെട്ടാനുള്ള കയറാണ്. പരമാത്മ പ്രേമമാകുന്ന യോഗത്തിന്റെ കെട്ട് ഇട്ടാൽ മാത്രമേ ജീവന്റെ കെട്ട് പൊട്ടിക്കുവാൻ സാധിക്കൂ. ഈ മഴുവും കയറും കയ്യിൽ കരുതിയാൽ മോദകം കയ്യിൽ വരും, അതായത് ജീവിതം മധുരമുള്ളതാകും. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹം ചൊരിയാൻ സാധിക്കും. അജ്ഞാനികളുടെ മധ്യത്തിൽ ജ്ഞാനികൾ ജീവിക്കുമ്പോൾ ധാരാളം നിന്ദയും കളിയാക്കലുകളും ഒറ്റപ്പെടലുകളും സഹിക്കേണ്ടി വരും. പട്ടിയും കുരങ്ങുമെല്ലാം ഓരിയിടുകയും ഇളിക്കുകയും ചെയ്യുമ്പോൾ ആന തന്റെ വലിയ ചെവി ആട്ടി അതൊന്നും വകവയ്ക്കാതെ അങ്ങ് പോകുമല്ലോ. കളിയാക്കലുകൾക്കും നിന്ദയ്ക്കും ചെവി കൊടുക്കാനോ മറുപടി പറഞ്ഞ് വിലപ്പെട്ട സമയവും ശക്തിയും കളയാതെ ജ്ഞാനിയും അങ്ങനെ അങ്ങ് പോകണം. അതിശക്തമായ വിഘ്നങ്ങൾ ജ്ഞാനികളുടെ ജീവിതത്തിൽ വരും. ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് മരങ്ങൾ കടയോടെ പിഴുതു കളയുന്നത് പോലെ വിഘ്നങ്ങളെ കടയോടെ പിഴുതു കളയണം. കടയോടെ കളഞ്ഞില്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ അത് വീണ്ടും വേര് പിടിക്കും. പല പല സ്വഭാവ സംസ്കാരമുള്ളവരുടെയും ബുദ്ധിയുടെ വിവിധ തട്ടുകളിൽ നിൽക്കുന്നവരുടെയും ഇടയിലാണ് ജീവിക്കേണ്ടത്. ആരെയും വിമർശിക്കാനോ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനോ പോകാതെ വിശാല മനസ്സാകുന്ന ഉദരത്തിൽ അവരെ ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളാൻ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇക്കാലത്ത് മതത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും പേരിൽ മതാനുയായികൾ പോലും കൊല്ലാൻ പോകുന്നത്. ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരും തൻ്റെ അച്ഛൻ്റെ മക്കൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ ജ്ഞാനിയുടെ മാർഗം ഉൾക്കൊള്ളലിൻ്റെതാണ്. തനിക്ക് കൈവന്ന അനുഗ്രഹങ്ങളിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന അഹങ്കാരത്തിൻ്റെ കൊമ്പ് ഒടിക്കണം. എന്നാൽ തൻ്റെ ഉന്നത അഭിമാനത്തിൻ്റെ ഒരു കൊമ്പ് ഉണ്ടായിരിക്കുകയും വേണം. ഭഗവത് ജ്ഞാനം കൊണ്ടും പുരുഷാർത്ഥം കൊണ്ടും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബാഹ്യമായി നിസ്സാരനെന്ന് തോന്നിയാലും എല്ലാം കരണ്ട് തിന്ന് നശിപ്പിച്ച മൂഷികനാകുന്ന മായയെ കീഴടക്കി വാഹനമാക്കുവാൻ സാധിക്കും. ജീവിതം ധന്യമാകും. ഓം ശാന്തി.